വിൻസെന്റ് വാൻ ഗോഗ് തൻ്റെ ഇളയ സഹോദരനെ തിയോയോട് ഒരിക്കൽ പറഞ്ഞു, എൻ്റെ ക്യാൻവാസിലെ നിറങ്ങൾ എത്രയോ തീവ്രമാണ്. ഒരു കത്തിലൂടെയാണ് ഇദ്ദേഹം വാൻ ഗോഗ് സ്വന്തം സഹോദരൻ തിയോയ്ക്ക് എഴുതിയത്. എന്നിട്ടും എല്ലാവരും എന്നെ പരിഹസിക്കുന്നതായി തോന്നുന്നു. ലോകം എൻ്റെ ചിത്രങ്ങൾ നിരസിക്കുകയാണോ? ഇങ്ങനെയാണ് അദ്ദേഹം എഴുതിയത്. അദ്ദേഹത്തിന് വലിയ നിരാശയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊന്നും ആളുകൾക്ക് മനസ്സിലാകുന്നില്ല എന്ന രീതിയിലായിരുന്നു ജനങ്ങളുടെ പ്രതികരണം. ലോകത്തെ ഏറ്റവും ഹൃദയസ്പർശിയായ കത്തുകളിലൊന്നാണ് വാൻ ഗോഗ് തൻ്റെ ഇളയ സഹോദരൻ തിയോയ്ക്ക് എഴുതിയത്. തിയോ അന്ന് ചിത്ര വിൽപ്പനക്കാരനായിരുന്നു. തിയോയും വാൻ ഗോഗും തമ്മിൽ നല്ല അടുപ്പമായിരുന്നു. തൻ്റെ ചിത്രങ്ങളൊന്നും വിൽക്കാൻ തിയോയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാഹോദര്യ ബന്ധത്തിൻ്റെ ആഴം അവർ തമ്മിലുള്ള റിലേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഈ കത്തുകൾ ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നത് സഹോദരന്, അതായത് വിൻസെന്റ് വാൻ ഗോഗിന് വല്ലാത്ത നൈരാശ്യം ബാധിച്ച നാളുകളിൽ സ്വന്തം പുരയിടവും ഭൂമിയും സ്ഥലവും എല്ലാം എഴുതി വിറ്റ് ഈ വാൻ ഗോഗിൻ്റെ ചിത്രങ്ങൾ അദ്ദേഹം വാങ്ങിച്ചു. നിരാശയുടെ പടുകുഴിയിലേക്ക് വാൻ ഗോഗ് പതിച്ചപ്പോഴെല്ലാം തിയോ പ്രതിരോധവുമായി ചെന്നു. സ്വന്തം സമ്പത്തെല്ലാം നഷ്ടപ്പെടുത്തിയാണ് അദ്ദേഹം നിന്നത്. സഹോദരന് താങ്ങും തണലുമായി മാറി തിയോ. സഹോദരൻ്റെ കഴിവിൽ അചഞ്ചലമായ വിശ്വാസം തിയോയ്ക്ക് ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇന്നല്ലെങ്കിൽ നാളെ ലോകം മുഴുവൻ വിൻസെന്റ് വാൻ ഗോഗിനെ അംഗീകരിക്കുമെന്ന് തിയോയ്ക്ക് ഉറപ്പായിരുന്നു. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ വസ്തുവകളെല്ലാം നഷ്ടമായി. ഈ സാധനങ്ങളൊന്നും, ഈ ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊന്നും വാങ്ങാൻ ആളില്ലായിരുന്നു. ജീവിതകാലത്ത് വിൻസെന്റ് വാൻ ഗോഗിന് കിട്ടാത്ത പ്രശസ്തി അദ്ദേഹത്തിന് കിട്ടിയത് അദ്ദേഹത്തിന് മരണാനന്തരമായിരുന്നു എന്ന് മാത്രം. അദ്ദേഹത്തിന് വല്ലാത്തൊരു ദിനം ചിത്രകലയിലെ ഭ്രാന്ത്, ആ ഭ്രാന്ത് ഈ ചിത്രകലയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് മനസ്സിലായില്ല. വിഷാദത്തിൽ ആഴ്ന്നപ്പോഴെല്ലാം സഹോദരൻ്റെ സ്നേഹവും വിശ്വാസവും മാത്രമായിരുന്നു ജീവിതത്തോട് വാൻ ഗോഗിനെ പിടിച്ചു നിർത്തിയതെന്നത് മറ്റൊരു ചരിത്ര യാഥാർത്ഥ്യം. വിൻസെന്റ് വാൻ ഗോഗ് എന്ന പ്രശസ്തനായ ആർട്ടിസ്റ്റ് ഒരുപക്ഷെ കുറേ കാലം കൂടി ജീവിച്ചിരുന്നത് സഹോദരൻ തിയോയുടെ അചഞ്ചലമായ സ്നേഹവും വിശ്വാസവും കൊണ്ട് മാത്രമായിരുന്നു. ആത്മാർത്ഥമായ ബന്ധങ്ങൾ അങ്ങനെ ആയിരിക്കണം. അവയിൽ ഒരു ലാഭേച്ഛയും ഉണ്ടാകരുത്. ഒന്നും ആഗ്രഹിക്കാതെ ഒപ്പം നിൽക്കുന്നവരാകണം ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ. ഒരുപക്ഷെ ബന്ധത്തിൻ്റെ ആഴം, അതിൻ്റെ ചതിക്കുഴികളൊന്നും പെടാതെ ആ ആഴം അതേപോലെ നിലനിൽക്കുന്ന ഒരു ലോകമാണ് നല്ല മനുഷ്യരുടെ ഏറ്റവും വലിയ ചിന്ത എന്ന് ഉള്ള ഒരു നല്ല വിശ്വാസത്തോടെ നമ്മൾ ആരംഭിക്കുന്നു. വാൻ ഗോഗിൻ്റെ ജീവിതത്തിൽ നടത്തിയെടുത്ത ഈ ഏടോടെ, അല്ലെങ്കിൽ സഹോദരൻ തിയോയുമായുള്ള അദ്ദേഹത്തിൻ്റെ ആഴത്തുള്ള ബന്ധത്തിൽ നടത്തിയെടുത്ത ഈ ഏടോടെ നമ്മൾ ഈ സുഭാഷിതം അവസാനിപ്പിക്കുന്നു.